അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ ഈ വിഷയം സംബന്ധിച്ച് പത്രോസിന്റെ ലേഖനത്തിലും തിമോഥെയോസിന്റെ ലേഖനത്തിലും അപ്പോസ്തലന്മാർ നിങ്ങളുടെ അലങ്കാരം തലമുടി പിന്നുന്നതും പൊന്നണിയുന്നതും അല്ലെന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പുതിയ നിയമത്തിലുണ്ട്. അപ്പോൾ പുതിയ നിയമവും പഴയ നിയമവും ഒരുപോലെ സ്ഥാപിക്കുന്നുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കാതെ ഉപദേശത്തിൽ അത് ഇല്ലെന്നും പറഞ്ഞാണ്, അടിസ്ഥാന ഉപദേശത്തിൽ ഇല്ലെന്നും പറഞ്ഞാണ് ഓരോരുത്തര് മൗനത പാലിക്കുന്നത്. ഇത് കേരളത്തിന്റെ ഉപദേശമാണെന്ന് പറയുന്നവരുണ്ട്. സാധാരണ എല്ലാവരും ചോദിക്കുന്നത് കേരളത്തിലുള്ള ബന്ധുക്കോസുകാരാണെന്ന് ഉപയോഗിക്കുന്നില്ല. ഇത് അമേരിക്കയിലെ ബന്ധുക്കോസിന്റെ ചരിത്രം ആദ്യകാലം നോക്കിയാൽ അമേരിക്കയിലെ ഹോളിനെ ചർച്ചപ്പോട് ആഭരണം ഉപയോഗിക്കാത്ത സംഘമായിരുന്നു. അമേരിക്കയിലാണ് തുടങ്ങുന്നത്. കുക്ക് സാഹിബ് കേരളത്തിൽ വന്ന് വേല ആരംഭിക്കുമ്പോഴും അന്നും ജനം ആഭരണം മാറ്റുന്നുണ്ടായിരുന്നു. അതിട്ടോ എന്ന് കുക്ക് സാഹിബ് പറഞ്ഞിട്ടില്ല. അന്ന് വിശ്വാസത്തിൽ വന്നവരും സ്നാനപ്പെട്ടവരും ആഭരണം മാറ്റിയ സ്നാനപ്പെട്ടത്. അന്നൊക്കെ ആഭരണം മാറ്റി അമ്മച്ചിമാർക്കൊക്കെ അന്നൊക്കെ ആഭരണത്തിന്റെ പേരിലും മിന്നിമാല പറിച്ചതിന്റെ പേരിലും ഒരുപാട് അടിയും ഇടിയും ഒക്കെ നമ്മുടെ അമ്മച്ചിമാർ ഏറ്റിട്ടുണ്ട്. വിവാഹമോചനം വരെ നടന്നിട്ടുണ്ട്. വീട്ടിൽ കയറ്റാതെ മഴയത്ത് അമ്മമാരെ നിർത്തിയിട്ടുണ്ട് ഭർത്താക്കന്മാർ. അന്നത്തെ സഭ വളരെ കർശനമായി ആ വിഷയത്തിൽ നിന്നതിനാൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ ഞാൻ മാറ്റിയെന്നുള്ള സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട്. ഞാൻ ആഭരണം ധാരണം മണവാട്ടിയും ആഭരണ ധാരണവും എന്നും പറഞ്ഞാൽ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനെന്തെങ്കിലും ഒരു സംഭവം പറയാനായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരാളെ ഉപദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആഭരണം മാറ്റി? ആ പുസ്തകത്തിൽ ചില സാക്ഷ്യങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ആഭരണ വിമുക്ഷതയായ ചില സഹോദരിമാര് പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ശക്തമായ താക്കീത് തന്നതിന്റെ പേരിൽ ആഭരണം മാറ്റി എന്നുള്ള സാക്ഷ്യങ്ങൾ ഞാൻ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ പേരും അഡ്രസ്സും. ആഭരണത്തിൽ വലിയ ഭ്രമം ഉണ്ടായിരുന്നവരാ. അവരത് മാറ്റി. അവരിൽ വ്യാപരിച്ച ആത്മാവേന പരിശുദ്ധാത്മാവാണോ പോഷ്കിന്റെ ആത്മാവാണോ? അന്ന് പിതാക്കന്മാർ, ആദ്യകാല പിതാക്കന്മാര് ആഭരണം നിങ്ങൾ മാറ്റണമെന്ന് പ്രസംഗിച്ചത് ഏതാത്മാവില്ല? പോഷ്കിന്റെ ആത്മാവിലാണ്, പരിശുദ്ധാത്മാവിലല്ലേ? അപ്പൊ ആ പരിശുദ്ധാത്മാവിലാണ് അന്നവര് പറഞ്ഞെങ്കിൽ ഇന്ന് ആത്മാവെന്തി? ആത്മാവിന് എന്തോ സംഭവിച്ചു? കാലങ്ങളുടെ കടന്നുപോക്കിൽ കാലത്തിന്റെ കുത്തൊഴുക്കിനനുസരിച്ച് നമ്മൾ ഒഴുകുന്നവരല്ല, അതിനെതിരെ ഒഴുകുന്നവരാണ് ദൈവസഭ. എതിരെ ഒഴുകണം. നാളെ നമ്മുടെ തലമുറ മറ്റൊന്ന് കാണിക്കുമ്പോൾ അതിനും അനുകൂലമായിട്ട് ഇപ്പം അമേരിക്കയിൽ സ്വവർഗ വിവാഹം നിയമമായി. നമ്മുടെ കുഞ്ഞുങ്ങളും ആണും പെണ്ണും തമ്മിൽ വിവാഹം കഴിക്കാൻ തുടങ്ങിയ മാതാപിതാക്കൾ എന്ത് ചെയ്യും? ഒരു രാജ്യത്തിന്റെ സംസ്കാരത്തിനും ഒരു രാജ്യത്തിന്റെ രീതിക്കും അനുസരിച്ച് വഴങ്ങിക്കൊടുക്കുന്നതാണോ നമ്മുടെ ബൈബിൾ? അല്ല. ആകാശം ഭൂമി മാറിപ്പോയാലും എന്റെ വചനത്തിന് എന്തില്ല? മാറ്റമില്ല. നാളെ അമേരിക്ക തലകുത്തി നിൽക്കണമെന്ന് പറഞ്ഞാൽ ബൈബിളിൽ വാക്യമുണ്ടോ? അത് പറ്റത്തില്ല. ദൈവമക്കൾക്കൊരു മാതൃകയുണ്ട് ജീവിതത്തിൽ, വേഷത്തിലൊരു മാതൃകയുണ്ട്. ഈ സ്വർണം എന്ന് പറയുന്നത് എപ്പോഴും ഒരു പൈശാചിക ആധിപത്യവും അവകാശവും അതിന്മേലുണ്ട്. ആർക്കും നിഷേധിക്കാൻ ഒക്കത്തില്ല. വെളിപ്പാട് പുസ്തകം 17-18 അധ്യായങ്ങൾ നാം വായിക്കുമ്പോൾ മർമ്മം മഗ്നിയാൻ ബാബിലോണിന്റെ ഒരുക്കം അവിടെ പറഞ്ഞിട്ടുണ്ട്. ആഭരണങ്ങളാൽ വിഭിക്ഷതയായ സ്വർണത്തിൽ പൊതിഞ്ഞ ഒരു മണവാട്ടിയെ അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. മർമ്മം മഗ്നിയാൻ ബാബിലോൺ ആ നിലയിൽ. അപ്പോൾ മർമ്മം മഗ്നിയാൻ ബാബിലോണിന്റെ ഒരുക്കം ഇതൊക്കെയാണെങ്കിൽ ക്രിസ്തുവിന്റെ മണവാട്ടിയുടെ ഒരുക്കം എന്തോ വ്യത്യസ്തമല്ലേ? തീർച്ചയായിട്ടും. പ്രവാചകനൊക്കെ ശക്തമായ ഭാഷയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ വിമർശിച്ചെഴുതിയിട്ടില്ലേ? മലാക്കി പ്രവാചകന്റെ പുസ്തകം അവസാനിക്കുമ്പോൾ 4-ാം അധ്യായത്തിൽ
പ്രവാചകൻ ഇങ്ങനെ പ്രഖ്യാപിച്ച് അവസാനിപ്പിക്കുന്നത് ജനത്തോട്, ഹോരേബിൽ വെച്ച് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് നിങ്ങൾ ഓർത്തുകൊള്ളുകയും. ഹോരേബിൽ വെച്ച ആഭരണം മാറ്റാൻ പറഞ്ഞത്. അപ്പോൾ വചന അടിസ്ഥാനത്തിൽ ആഭരണം ചിലർ പറയുന്നത് പഴയ നിയമത്തിലെ അത് പറയുന്നത്. പഴയ നിയമവും പുതിയ നിയമവും കർത്താവിന്റെ ദൈവവിശ്വാസിയല്ലേ? തീർച്ചയായിട്ടും. വിശുദ്ധ ബൈബിൾ മുഴുവനും ദൈവവിശ്വാസിയുമാണ്. കർത്താവിന്റെ ഇൻസ്പിറേഷനാണ് എല്ലാത്തിലും ഉണ്ട്. ആത്മാവിന്റെ നിയോഗമായ എല്ലാ വാക്യങ്ങളിലുമുള്ളത്. പിന്നെ ചില വംശാവലികളൊക്കെ എഴുതുന്നല്ലാതെ എല്ലാറ്റിലും ദൈവത്തിന്റെ കൽപ്പനകളും ആലോചനകളുമാണ്. ഈ ഇവിടെ അമേരിക്കയിൽ നടന്ന കോൺഫറൻസുകൾ എടുത്ത് നോക്ക്. ഏതൊരു പ്രസംഗത്തിനും എടുത്ത് വായിച്ചതെല്ലാം പഴയ നിയമത്തിലെ വാക്യമാണല്ലോ. പുതിയ നിയമത്തിലെ വാക്യം എത്ര പേര് വായിച്ചു? ഇവിടുത്തെ തീം എന്താ? പഴയ നിയമത്തിലെ വാക്യമായിരുന്നല്ലോ. എന്നെ ആരെ അയക്കേണ്ടു? പഴയ നിയമത്തിലെ വാക്യമല്ലേ? ഞാനും എന്റെ കുടുംബമായ ഗോവയെ സേവിക്കും ചച്ചുപോളിന്റെ തീമായിരുന്നു. അതും യോശുവയുടെ പുസ്തകത്തിലെ വാക്യമല്ലേ? അപ്പോൾ വേദപുസ്തക അടിസ്ഥാനത്തിൽ ആഭരണം ധരിക്കുന്നത് തെറ്റാണെന്ന് സ്ഥാപിക്കും. അങ്ങനെ ആവശ്യം നമുക്ക് ഇവിടെ ചിലരും ഈ വിവാഹം കഴിച്ചതാണെന്നുള്ള തെളിവിന് വേണ്ടി മോതിരയിടുന്നെന്ന് പറയുന്നു. ചില സമൂഹത്തിൽ അങ്ങനെ ഒരു അടയാളമില്ലെങ്കിൽ വേശ്യകളായിട്ട് കണക്ക് കൂട്ടുമെന്നും അതുകൊണ്ട് സമൂഹത്തിൽ വിവാഹം കഴിച്ചെന്ന് അറിയാൻ വേണ്ടി പാസ്റ്റർ പറഞ്ഞാൽ മോതിരം ധരിക്കുന്നു എന്ന് പറയുന്നു. ആ നിലയിൽ ഒരു വേശ്യ കണ്ട നമുക്ക് അറിഞ്ഞൂടെ? ഒരു ദൈവത്തിനെ കണ്ട അറിഞ്ഞൂടെ? നമ്മുടെയൊക്കെ ഭാര്യമാരെ ആഭരണം ധരിക്കാതെ എത്ര കല്യാണാലോചന വന്നു? നമ്മൾ മോതിരം നമുക്ക് എത്ര ആലോചന വന്നു? ഒന്നും വന്നില്ല. അവരവര് ബോധ്യം മതി ഞാൻ കല്യാണം കഴിച്ചാണെന്ന്. ഒന്നുമില്ല. ചില പുരുഷന്മാര് വലിയ ചെയിൻ, സ്വർണ്ണ ചെയിൻ കഴുത്തേലിട്ടിട്ട് ഉടുപ്പിന്റെ ബട്ടൺസും ഊരി നെഞ്ചും കാണിച്ച് ഇങ്ങനെ ആട്ടി കാണിക്കും. ഡംഭം. എന്നാ പിന്നെ അവന്റെ പേരിലുള്ള കുറെ ആധാരം കൂടെ കെട്ടിത്തൂക്കി ഡംഭം കാണിക്കുന്നില്ല. നല്ല ഇവിടുന്നിടത്തൊക്കെ എനിക്ക് വസ്തുണ്ട്, ഫിക്സഡ് ഡിപ്പോസിറ്റിന്റെ റിസിപ്റ്റ് എല്ലാം കൂടെ കഴുത്തെ കെട്ടിത്തൂക്കി ആട്ടി കാണിച്ചാവുന്നത് നല്ലതല്ലേ? നല്ല അഹങ്കാരമല്ലേ? ഡംഭമല്ലേ? ദൈവത്തിൽ എപ്പോഴും താഴ്മയും വിനയവും പാലിച്ച് കർത്താവിന്റെ ക്രൂശ് എന്നതിന്റെ ആ താഴ്മ ഏറ്റെടുത്ത് ജീവിക്കേണ്ട ഒരു ദൈവം ഇതിലാണ്. അലങ്കാരങ്ങളിൽ കൂടെയും വെച്ചുകെട്ടുകളിൽ കൂടെയും ദാഷ്ട്യവും മറ്റുള്ളവരെ ശ്രദ്ധ ആകർഷിക്കാനുള്ള ഒരുക്കങ്ങളും ഒരു ദൈവം ചേർന്നതല്ല. അത് ഡ്രസ്സിങ്ങിലായാലും ഏത് കാര്യത്തിലായാലും, വിലയേറിയ സാരി ഉൾപ്പെടെ, വിലയേറിയ ഡ്രസ്സിംഗ് ഉൾപ്പെടെ, വിലയേറിയ മറ്റൊരുക്കങ്ങൾ ഉൾപ്പെടെ, വെച്ചുകെട്ടുകൾ, അതിനകത്ത് പുരികമടി ഉൾപ്പെടെ, ചായമടി ഉൾപ്പെടെ, മറ്റ് പെയിന്റിങ് ഉൾപ്പെടെ എല്ലാം അതിനകത്ത് വരും. ഒരു ദൈവത്തിനെ നോക്കിയാൽ നാച്ചുറലായിട്ട് ദൈവം നൽകിയിരിക്കുന്ന സൗന്ദര്യത്തെ വൃത്തിയായി സൂക്ഷിച്ച് ഒരുങ്ങി നടക്കുക, ഇതേ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഓക്കെ, അങ്ങനെ ആവശ്യം നമുക്ക് അവിടെ നിർത്തിയിട്ട് അടുത്തത് എനിക്ക് ചോദിക്കാനുള്ളത്, പാസ്റ്റർ PC NAC 2011 അവർ ക്ഷണിച്ചു വരുത്തുകയുണ്ടായി. ഒരു പ്രധാന പ്രാസി എന്നുള്ള നിലയിൽ പാസ്റ്റർ തികച്ചു ആ കർമ്മം നിറവേറ്റി. എല്ലാവരും ജനങ്ങളെല്ലാം അതിൽ സംതൃപ്തരാണ്. എന്നാൽ പാസ്റ്ററിന് അതിനെക്കുറിച്ചുള്ള വീക്ഷണം എന്താണ്? PC NAC വളരെ അനുഗ്രഹമായിരുന്നു. പക്ഷെ യുവജനങ്ങളെ മാതാപിതാക്കളിൽ നിന്ന് തീർത്തും വേർതിരിക്കുന്ന ഒരു പ്രകൃതി ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് പാസ്റ്ററുടെ കാഴ്ചപ്പാടുണ്ടായി. അത് മാതാപിതാക്കളുടെ ഒപ്പം ഒരു സെക്ഷനിലെങ്കിലും ഈ യുവജനങ്ങളെ ഇരുത്തണം ആരാധനയ്ക്ക് വേണ്ടി. ആരാധനയ്ക്ക് ഒരു കുടുംബം ആരാധന പോലെ തന്നെ ഈ വെള്ളി ശനി, വ്യാഴം വെള്ളി ശനി ഒക്കെ യുവജനങ്ങളുടെ പ്രത്യേക പ്രോഗ്രാം നടക്കട്ടെ. ഞായറാഴ്ച ആരാധനയ്ക്ക് കത്രിമേശ ഒന്നിച്ച് നടത്തി കുഞ്ഞുങ്ങളോടൊപ്പം ഈ മാതാപിതാക്കളും കത്രിമേശയിൽ പങ്കെടുത്ത് വിശുദ്ധ ചുമനം നടത്തി പിരിയുന്ന ഒരു സംവിധാനം PC NAC ഉൾപ്പെടെയുള്ള കോൺഫറൻസുകളിൽ ഉണ്ടാകണം. അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ തലമുറയെ വേർതിരിക്കുക.